എസ് വിദ്യാഭ്യാസം സ്വപ്നം കാണുന്ന വിദേശികൾക്ക് തിരിച്ചടി നൽകുന്ന ഒരു നിയമമാണ് സെപ്റ്റംബർ മുതൽ എസിൽ പ്രാബല്യത്തിൽ വരുന്നത്. എസ് വിദ്യാർത്ഥി നിയമങ്ങളിലാണ് വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. ട്രംപ് ഭരണകൂടം ഈ വിസ നിയമങ്ങൾ അവതരിപ്പിച്ചപ്പോൾ മുതൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ വലിയ ആശങ്കയിലാണ്. എസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി F1 സ്റ്റുഡന്റ് വിസകൾ കൂടാതെ J1 എക്സ്ചേഞ്ച് വിസിറ്റർ വിസ, ഐ സ്റ്റേറ്റസ് ജേർണലിസ്റ്റ് വിസ നിയമങ്ങളിലും വലിയ മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ്. വർഷങ്ങളായി നിലനിന്നിരുന്ന ഡ്യൂറേഷൻ ഓഫ് സ്റ്റേറ്റസ് എന്ന രീതി അവസാനിപ്പിച്ച് കൃത്യമായി കാലാവധിയുള്ള പുതിയ സംവിധാനത്തിലേക്ക് എസ് മാറുകയാണ്. എസിന്റെ പുതിയ നിയമം സംബന്ധിച്ച് പ്രമുഖ എസ് ഇമിഗ്രേഷൻ അറ്റോർണി രാജീവ് എസ് ഖന്ന അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്കായി വളരെ ഗൗരവമേറിയ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഫയൽ ഫസ്റ്റ്, ട്രാവൽ ആഫ്റ്റർ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതായത് വിസ സംബന്ധമായ അപേക്ഷകൾ നൽകിയ ശേഷമേ ഇനി യാത്ര ചെയ്യാവൂ. സെപ്റ്റംബർ 15 മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഈ പുതിയ നിയമങ്ങൾ എന്തൊക്കെയാണ്? ഇമിഗ്രേഷൻ അധികാരികൾ വ്യക്തമാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? വരും ദിവസങ്ങളിൽ വിദ്യാർത്ഥികൾ കൈക്കൊള്ളേണ്ടുന്ന സുപ്രധാന നടപടികൾ എന്തെല്ലാമാണെന്നാണ് നമ്മൾ ഇന്ന് വിശദമായി നോക്കുന്നത്. രാജീവ് എസ് ഖന്നയുടെ മുന്നറിയിപ്പ് എന്താണെന്ന് നോക്കുന്നതിന് മുന്നേ എസ് കൊണ്ടുവന്നിട്ടുള്ള പുതിയ നിയമങ്ങളെ കുറിച്ച് ആദ്യം തന്നെ വിശദമായി ഒന്ന് നോക്കാം. എന്താണ് ഡ്യൂറേഷൻ ഓഫ് സ്റ്റേറ്റസ്? ഇതിൽ കൊണ്ടുവന്നിട്ടുള്ള പുതിയ മാറ്റം എന്താണെന്നാണ് ആദ്യമേ നമ്മൾ നോക്കുന്നത്. ഇതുവരെ അമേരിക്കയിൽ എത്തുന്ന F1 വിദ്യാർത്ഥികളുടെ I-94 ഫോമിൽ ഒരു പ്രത്യേക കാലാവധി തീയതി ഉണ്ടായിരുന്നില്ല. അതിനു പകരം DS അല്ലെങ്കിൽ ഡ്യൂറേഷൻ ഓഫ് സ്റ്റേറ്റസ് എന്നാണ് രേഖപ്പെടുത്തിയിരുന്നത്. ഇതിനർത്ഥം ഒരു വിദ്യാർത്ഥി തന്റെ കോഴ്സ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് വിദ്യാഭ്യാസം തുടരുന്നിടത്തോളം കാലം നിയമപരമായി എസിൽ തുടരാമെന്നായിരുന്നു. എന്നാൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി ഈ വ്യവസ്ഥ പൂർണ്ണമായും റദ്ദാക്കി. ഇനി മുതൽ ഓരോ വിദ്യാർത്ഥിക്കും നിശ്ചിത തീയതിയിലേക്കുള്ള, അതായത് ഫിക്സഡ് ഡേറ്റ് അഡ്മിഷൻ താമസാനുമതി മാത്രമേ ലഭിക്കൂ. കോഴ്സിന്റെ ദൈർഘ്യം അല്ലെങ്കിൽ പരമാവധി 4 വർഷം, അതായത് ഏതാണോ കുറവ് അതായിരിക്കും ഈ കാലാവധി. നിലവിൽ എസിലുള്ള വിദ്യാർത്ഥികൾ പേടിക്കണോ എന്നാണ് പലരും ചോദിക്കുന്നത്. എന്നാൽ ഇവിടെയാണ് പല വിദ്യാർത്ഥികൾക്കും തെറ്റിദ്ധാരണ ഉണ്ടാകുന്നത് എന്ന് രാജീവ് പറയുന്നു. സെപ്റ്റംബർ 15 ഒരു ഡെഡ് ലൈൻ ആണെന്നും അതിനു മുൻപ് പുതിയ പേപ്പർ വർക്കുകൾ പൂർത്തിയാക്കണമെന്നും പലരും കരുതുന്നു. എന്നാൽ പ്രമുഖ ഇമിഗ്രേഷൻ അറ്റോർണി രാജീവ് എസ് ഖന്ന വ്യക്തമാക്കുന്നത് സെപ്റ്റംബർ 15 ഒരു പേപ്പർ വർക്ക് തീർപ്പ് കൽപ്പിക്കൽ ഡെഡ് ലൈൻ അല്ല. നിങ്ങൾ നിലവിൽ കൃത്യമായി സ്റ്റേറ്റസ് നിലനിർത്തുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ നിയമപരമായ പ്രക്രിയ വഴി നിങ്ങൾക്ക് ട്രാൻസിഷൻ കാറ്റഗറിയിലേക്ക് മാറാം. നിങ്ങൾ പ്രത്യേകമായി ഒന്നും ഫയൽ ചെയ്യേണ്ടതില്ല. അതായത് നിലവിൽ എസിലുള്ള വിദ്യാർത്ഥികൾക്ക് പുതിയ I-94 പെട്ടെന്ന് ലഭിക്കില്ല. നിങ്ങളുടെ പഴയ I-94ൽ ഇപ്പോഴും DS എന്ന് തന്നെ കാണിച്ചേക്കാം. എന്നാൽ ഇതാണ് ഏറ്റവും വലിയ അപകടം. നിങ്ങളുടെ വിസയ്ക്ക് കാലാവധി നിശ്ചയിക്കപ്പെട്ടു കഴിഞ്ഞു, പക്ഷേ നിങ്ങളുടെ കൈവശമുള്ള രേഖകളിൽ അത് രേഖപ്പെടുത്തിയിട്ടും ഉണ്ടാകില്ല. രാജീവ് എസ് ഖന്ന നൽകുന്ന യാത്രാ മുന്നറിയിപ്പ് എന്തൊക്കെയാണെന്ന് നോക്കാം. രാജീവ് എസ് ഖന്ന നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുന്നറിയിപ്പ് വിദ്യാർത്ഥികളുടെ അന്താരാഷ്ട്ര യാത്രകളെ കുറിച്ചാണ്. നിങ്ങൾ അമേരിക്ക വിട്ടുപോകുമ്പോൾ ഒന്നും സംഭവിക്കില്ല. എന്നാൽ നിങ്ങൾ തിരികെ വരുമ്പോഴാണ് എല്ലാം മാറുന്നത് എന്ന് നിങ്ങൾ അറിയുക. സെപ്റ്റംബർ 15 ശേഷം വിദേശയാത്ര കഴിഞ്ഞ് തിരികെ വരുന്ന ഏത് F1 വിദ്യാർത്ഥിയും സെപ്റ്റംബർ 15 ശേഷം വിദേശയാത്ര കഴിഞ്ഞ് തിരികെ വരുന്ന ഏത് F1 വിദ്യാർത്ഥിയെയും പുതിയ ഫിക്സഡ് ഡേറ്റ് നിയമപ്രകാരമായിരിക്കും എസിലേക്ക് പ്രവേശിപ്പിക്കുക. ഇതൊരു വലിയ വ്യത്യാസമാണ് ഉണ്ടാക്കുന്നത്. ഉദാഹരണത്തിന്, ഒരു വിദ്യാർത്ഥി ഓഗസ്റ്റ് മാസത്തിൽ നാട്ടിൽ വന്ന് തിരികെ പോകുകയാണെങ്കിൽ അവർ പഴയ DS തീയതിയിൽ തന്നെ തുടരും. എന്നാൽ നവംബറിലാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ അവർ പുതിയ നിയമത്തിന് കീഴിലാകും ഉണ്ടാകുക എന്നും അദ്ദേഹം പറഞ്ഞു. ഗ്രേസ് പീരീഡിലെ വലിയ വെട്ടിക്കുറയ്ക്കലുകൾ വിദ്യാർത്ഥികൾക്കിടയിൽ ആശങ്കയുണ്ടാക്കുന്നുണ്ട് എന്നും രാജീവ് എസ് ഖന്ന പറയുന്നു. എന്താണ് ഈ വെട്ടിക്കുറയ്ക്കലുകൾ എന്ന് നോക്കാം. യാത്ര ചെയ്യുന്നത് വഴി സംഭവിക്കുന്ന മറ്റൊരു വലിയ നഷ്ടം ഗ്രേസ് പീരീഡ് പകുതിയായി കുറയുന്നു എന്നതാണ്. നിലവിലെ ട്രാൻസിഷൻ കാറ്റഗറിയിലുള്ള ഒരു വിദ്യാർത്ഥിക്ക് പഠനം പൂർത്തിയാക്കിയ ശേഷം എസിൽ തുടരാൻ 60 ദിവസത്തെ ഗ്രേസ് പീരീഡ് ലഭിക്കും. എന്നാൽ സെപ്റ്റംബർ 15 ശേഷം വിദേശയാത്ര കഴിഞ്ഞ് പുതിയ നിയമപ്രകാരം തിരിച്ചെത്തുന്ന വിദ്യാർത്ഥിക്ക് ലഭിക്കുന്നത് വെറും 30 ദിവസത്തെ ഗ്രേസ് പീരീഡ് മാത്രമായിരിക്കും. നിങ്ങൾ നാട്ടിൽ പോയി തിരികെ വരുമ്പോൾ വിമാനത്താവളത്തിലെ ഇമിഗ്രേഷൻ ഓഫീസർ ഇതൊന്നും നിങ്ങളോട് വിശദീകരിച്ചു തരില്ല. പക്ഷേ നിയമപരമായി നിങ്ങളുടെ ഗ്രേസ് പീരീഡ് പകുതിയായി കുറഞ്ഞിരിക്കും. ജോലി കണ്ടെത്താനോ അടുത്ത കോഴ്സിലേക്ക് മാറാനോ തിരികെ പോകാനുള്ള തയ്യാറെടുപ്പുകൾക്കുള്ള സമയമോ ഇതിലൂടെ നിങ്ങൾക്ക് നഷ്ടപ്പെടും. പഠനത്തിന് ശേഷം ലഭിക്കുന്ന ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിങ് അല്ലെങ്കിൽ STEM OPT എന്നിവയ്ക്ക് അപേക്ഷിക്കുന്നവർക്ക് നൽകിയ മുന്നറിയിപ്പിൽ അദ്ദേഹം പറയുന്നത് ഫയൽ ഫസ്റ്റ് ട്രാവൽ ആഫ്റ്റർ എന്നാണ്.
നിലവിൽ യുഎസിലുള്ള വിദ്യാർത്ഥികൾക്ക് 2027 മാർച്ച് 18 വരെ ഓപ്ഷണൽ എക്സ്റ്റൻഷൻ ഓഫ് സ്റ്റേ അതായത് EOS അപേക്ഷ നൽകാതെ തന്നെ OPTക്ക് അപേക്ഷിക്കാം. എന്നാൽ അപേക്ഷ നൽകുന്നതിന് മുൻപ് നിങ്ങൾ US വിട്ട് യാത്ര ചെയ്യുകയും സെപ്റ്റംബർ 15 ശേഷം പുതിയ നിയമപ്രകാരം തിരികെ എത്തുകയും ചെയ്താൽ നിങ്ങൾ 2 അപേക്ഷകൾ നൽകേണ്ടി വരും. ഒന്നാമത്തേത് വർക്ക് പെർമിറ്റിനുള്ള അപേക്ഷയാണ്. അടുത്തത് എക്സ്റ്റൻഷൻ ഓഫ് സ്റ്റേ അപേക്ഷയാണ്. ഇതുവരെ DSO വഴി സെവിസ് അപ്ഡേറ്റ് ചെയ്താൽ മതിയെന്നിരിക്കെ പുതിയ നിയമപ്രകാരം അപേക്ഷകന് ഇരട്ടി ചെലവും സങ്കീർണമായ നടപടിക്രമങ്ങളും നേരിടേണ്ടി വരും. അതിനാൽ US വിടുന്നതിന് മുൻപ് OPT അപേക്ഷ കൃത്യമായി സമർപ്പിക്കുക എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ പുതിയ നിയമം ആയിരക്കണക്കിന് ഇന്ത്യൻ വിദ്യാർത്ഥികളെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുള്ളതിനാൽ ഇന്ത്യൻ സർക്കാർ തങ്ങളുടെ ആശങ്ക US അധികാരികളെ ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. എങ്കിലും ഭീകരവാദ വിരുദ്ധ സുരക്ഷ മുൻനിർത്തിയും വിസ കാലാവധി കഴിഞ്ഞുള്ള നിയമവിരുദ്ധ താമസം ഒഴിവാക്കാനുമാണ് തങ്ങൾ ഈ തീരുമാനം എടുത്തതെന്നാണ് US ഹോംലാൻഡ് സെക്യൂരിറ്റി വകുപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത്. അമേരിക്കയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അടിയന്തരമായി ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ കൂടെ അദ്ദേഹം പറയുന്നുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. സെപ്റ്റംബർ 15 മുൻപ് പരിഭ്രാന്തരാകേണ്ടതില്ല എന്ന് അദ്ദേഹം പറയുന്നു. നിങ്ങൾ നിലവിൽ US ഉണ്ടെങ്കിൽ നിയമപരമായി ട്രാൻസിഷൻ കാറ്റഗറിയിൽ താനെ മാറ്റപ്പെടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അനാവശ്യ വിദേശയാത്രകൾ ഒഴിവാക്കാനും അദ്ദേഹം നിർദ്ദേശിക്കുന്നു. സെപ്റ്റംബർ 15 ശേഷമുള്ള അന്താരാഷ്ട്ര യാത്രകൾ നിങ്ങളുടെ വിസ നിബന്ധനകളെ മാറ്റിമറിക്കുകയും ഗ്രേസ് പീരീഡ് 30 ദിവസമായി കുറയ്ക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതുപോലെ OPT അപേക്ഷ സമർപ്പിച്ച ശേഷം മാത്രം യാത്ര ചെയ്യാനും അദ്ദേഹം നിർദ്ദേശിക്കുന്നു. അപേക്ഷ നൽകുന്നതിന് മുൻപ് യാത്ര ചെയ്താൽ പിന്നീട് ഇരട്ടി അപേക്ഷകൾ നൽകേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു. സംശയമുണ്ടെങ്കിൽ അഡ്വൈസറുമായി സംസാരിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിലെ DSOയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ഉറപ്പുവരുത്താനും അദ്ദേഹം പറയുന്നു. US സ്വപ്നം കാണുന്ന വിദ്യാർത്ഥികൾ ഇമിഗ്രേഷൻ അധികാരികൾ പറയുന്നത് കേൾക്കുക. എന്തെങ്കിലും സംശയം തോന്നിയാൽ ഉടൻ അവരെ ബന്ധപ്പെടുകയും വേണം. അതുപോലെ നിയമങ്ങൾ വരുമ്പോൾ ആരും ആശങ്കപ്പെടേണ്ടതില്ല. പകരം ആ നിയമം കൃത്യമായി മനസ്സിലാക്കുകയും അത് പാലിക്കുകയും വേണം.